ആള് വേണേ പിണറായി വിമർശിക്കും. ഞാനോ ഇന്ന് വരെ വിമർശിച്ചിട്ടില്ല. ഒരു കാലത്ത് വിമർശിക്കാനും പോകുന്നില്ല പിണറായി വിജയനെ. എന്ത് സംഭവിച്ചാലും പിണറായി വിജയനെ ഞാൻ വിമർശിക്കില്ല. കാരണം എനിക്ക് നന്ദിയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്ത സേവനം, അദ്ദേഹം എനിക്ക് ചെയ്ത സേവനം 30 വർഷമാണ്. ആർക്കും അത് സൗഭാഗ്യം കിട്ടിയിട്ടില്ല. PS ലാവൽ കേസിൽ പിണറായി വിജയനെതിരെ ഇവിടെ നിലപാടെടുത്തപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് അനുകൂലമായി. അതിന് അങ്ങനെയാണ് ആദ്യത്തെ എതിർപ്പ്. PS കൊണ്ട് യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിച്ചില്ല. കാരണം പാർട്ടി സെക്രട്ടറി അല്ലേ. അതുമാത്രമല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ക്യാബിനറ്റിലും എടുത്തു, വെളിയിലും എടുത്തു. പിന്നെ VSന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഈ VS വളരെ നിഷ്കളങ്കനാണ്. പിന്നെ ദേഷ്യം വരും. പോയ പിന്നെ കുറച്ചാൾ മിണ്ടത്തില്ല. പിന്നെ മാറി. പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു അസംബ്ലിയിൽ അദ്ദേഹം പ്രതിപക്ഷ മറ്റേ ക്യാബിനറ്റ് പദവിയുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ. ഞാൻ മിനിസ്റ്റർ. എൻ്റെ അടുത്താണ്. പേപ്പറൊക്കെ താഴെ വീഴും. ചെറുതായിട്ട് തുടങ്ങിയെന്ന് ഓർമ്മക്കണം. ഞാനതെല്ലാം എടുത്തു കൊടുക്കും, വായിക്കാൻ പറയും, ഞാൻ വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ വലിയ ഇതായിരുന്നു. ഭയങ്കര ഹൃദയത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വേർവ്. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. ഒരുപാട് ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതി. ഞാൻ നവനീതം എന്ന് പറയുന്ന മാഗസിനിലൊരു ആഴ്ചപ്പതിപ്പത് ലേഖനം എഴുതിയതിനെപ്പറ്റി ജസ്റ്റിസ് ഗോപിനാഥൻ, PS ഗോപിനാഥൻ ഇന്നലെ എന്നെ വിളിച്ചൊരു ഗംഭീര മാഗസീനാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത കുട്ടനാട്ടിലെ VSന്റെ പ്രവർത്തനങ്ങൾ ഒരു വലിയ പുസ്തകമാക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. എഴുതിട്ട് ഞാൻ പറയാമല്ലോ, ഞാൻ ആ ജോലിയെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. മനസ്സിലായിട്ടോ? ബ്രാഞ്ച് കമ്മിറ്റി 4 ബ്രാഞ്ച് യോഗമാണ് ചേർന്നത്. 4 ഞാൻ പങ്കെടുത്തു. 4 ബ്രാഞ്ച് യോഗം ഞാൻ നടീച്ചായിരുന്നു. ഞാൻ 4 പങ്കെടുത്തല്ലോ. എനിക്ക് ഒരു വിഷമവും ഉണ്ടായില്ല. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരുന്നു 42 വർഷം, സിൻഡിക്കേറ്റിലിരുന്നു, മന്ത്രിസഭയിലിരുന്നു. അതിനെന്താ? ആ ബ്രാഞ്ചിലിരുന്ന് പാർട്ടിയെ സേവിക്കുന്നതിനെ എൻ്റെ സഹായം കൂടെ ആവശ്യമുണ്ടെങ്കിൽ തേടി ഇവിടുത്തെ പാർട്ടിയെ പണ്ട് ഞങ്ങൾ ചെയ്ത പോലെ വളർത്തിയെടുക്കുന്നതിന് പകരം 9 സീറ്റിൽ അടുത്ത തവണ പല സീറ്റുകൾ അപകടത്തിലാവുന്ന, ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത, ക്രിമിനൽ സ്വഭാവമുള്ള, അഴിമതിയുടെയും മറ്റിൻ്റെയും ബാക്ക്ഗ്രൗണ്ടുള്ള പല ആളുകളെയും മുന്നിൽ നിർത്തി നടത്തുന്ന ഈ സൈബർ അറ്റാക്ക് അല്ല ഇത്. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു 10-25 പേരായി ഇത് മുഴുവൻ സംവിധാനം ചെയ്യുന്നത്. ഇത് സൈബർ അറ്റാക്ക് അല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽ അറ്റാക്കാണ്. ആരെങ്കിലും ഈ 3 ആഴ്ചയായിട്ട് വന്നത് മൊത്തം കമ്പ്യൂട്ടറിലിട്ട് അടിച്ചെടുക്കട്ടെ. അത് നിങ്ങൾ അനലൈസ് ചെയ്താൽ ഒരേ ആളുകൾ തന്നെ പല പേരുകൾ വരുന്നുണ്ട്. 25 പേരാണ് ഇത് ചെയ്യുന്നത്. 25 പേരുണ്ടത്. പേരൊക്കെ ഞാൻ ഒരവസരത്തിൽ വേണമെങ്കിൽ പിന്നെ വെളിപ്പെടുത്താം. ഇപ്പോൾ ഒരാളിനെയും പേര് പറയുന്നില്ല. ഓമനക്കുട്ടൻ ഇത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം അങ്ങനെ താഴെ നിന്ന് വന്നൊരു കോമ്രേഡാണ്. ഞാൻ അയാളെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഞാനൊരു പോസ്റ്റ് കൊടുത്തിട്ട് എന്നെ ചെയ്ത് വിളിക്കുന്ന പോസ്റ്റ് അയാൾ കൊണ്ടു കൊടുത്തതാണ്. ഇപ്പൊ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ താങ്കളും ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ്. കഴിഞ്ഞ തവണത്തെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡിനെ അടക്കം പ്രതി ചേർത്താണ് ഇപ്പോൾ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒരു ദേവസ്വം മന്ത്രി എന്നുള്ളൊരു അനുഭവം വെച്ചിട്ട് എന്താ തോന്നുന്നത്? അവിടെ എടുക്കുന്ന എല്ലാ നടപടികളോടും ഞങ്ങൾ പിന്തുണയ്ക്കുകയാണല്ലോ. ശക്തമായ നടപടി എടുക്കണമെന്നാണ്. ആരുടെ മോൻ നോക്കേണ്ട കാര്യമില്ല.